ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ നല്ലതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ. ഇവിടുത്തെ എല്ലാം അമേസിങ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ് ഈ റിസോർട്ട്. ഇത് ഹയാത്തിൻ്റെയാണ്. ഹയാത്തിൻ്റെ ഒരു പാർട്ട് ഓഫ് ഹയാത്താണത്. റോഡിൽ ജെഡിങ് ഹയാത്താണ്. ഭയങ്കര ഓറഞ്ച് കളർഫുള്ളാണ് ഇവിടുത്തെ എന്തായാലും. അതായത് ഇപ്പോൾ കിച്ചൺ ആയാലും നമുക്ക് ഇവിടെ ഭയങ്കര കളർ റോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഭയങ്കര കളർഫുൾ ഓറഞ്ച് ബ്ലൂ അങ്ങനത്തെ കളർ ഭയങ്കര പോക്കുമ്പോൾ ഇപ്പോൾ പ്ലേറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അമേസിങ് ആണ് ഇവിടുത്തെ. ഈ റിസോർട്ടിന് ഭയങ്കര ഒരു വൈബാണ്. അതെന്താ ക്രിസ്മസ് നിങ്ങളുടെ എല്ലാവരും എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്? സുഖമായിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ ഇവിടെയാണ്, ഇപ്പോൾ ഗോവയിലാണ്. ഗോവയിൽ അറിയാമല്ലോ ക്രിസ്മസ് എത്ര സ്പെഷ്യലാണെന്ന്. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ വലിയ ഇങ്ങനത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രൗഡിലൊന്നും എനിക്കത്ര പോകാനും പറ്റില്ല. സോ ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. വിസിയുണ്ട് പ്രാവശ്യം കൊച്ചിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കൊച്ചിയിൽ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട്. ലാസ്റ്റ് ടൈമും ഞാൻ ക്രിസ്മസ് ദുബായിലായിരുന്നു. ഇപ്പോൾ 2 ക്രിസ്മസ് ഇപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവാറില്ലേ. ഇപ്പോൾ 3ാമത്തെ ക്രിസ്മസ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നാട്ടിലില്ല. അപ്പോൾ പക്ഷേ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ന്യൂ ഇയറിന് എല്ലാവരും എങ്ങനെയാണല്ലോ 2024 പലർക്കും അത്ര നന്നായിരുന്നു. ഇപ്പോൾ 2024 പ്രഡിക്ഷൻ പറയുന്നത് കുറേ അങ്ങനെ പറയണ്ടായിരുന്നു ശനിയുടെ ഇയറാണ്. അതുപോലെ തന്നെയല്ലേ ഇപ്പോൾ നമ്മുടെ വയനാട് സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിലേക്ക് ഒരു നാടനെ ഒലിച്ചു പോയില്ലേ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ 2024 ആർക്കും അത്ര നന്നായിട്ടില്ല. വേൾഡിൽ തന്നെ നന്നായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് ഇത് ഭയങ്കര ദുഃഖമായിട്ടൊരു കാര്യമായിരുന്നു ആലോചിക്കുമ്പോൾ. പക്ഷേ നമ്മളതൊക്കെ മറന്ന് നമ്മൾ ഓരോ ആഘോഷം നമ്മൾ ആഘോഷിക്കണം. കാരണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ ലൈഫല്ലേല്ലോ. അപ്പോൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം. നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി അനുഭവം അതൊക്കെ നമ്മുടെ ലൈഫിൽ നന്നായിട്ടുണ്ടാവണം. വിഷുവോട് ഹാപ്പി ക്രിസ്മസ്. നാളെയും വിഷ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ എന്താ വിഷ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി നിങ്ങളോടൊക്കെ സംസാരിക്കണം. കുറച്ച് ദിവസമായിട്ട് ഞാൻ അങ്ങനൊരു എനിക്കറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു അത്ര വ്ളോഗ് എടുക്കുന്ന ഒരാളൊന്നല്ല. കുറേ സ്ഥലങ്ങളിലൂടെ പോയപ്പോൾ ഞാൻ തീരെ മറന്നുപോയി ആ ഒരു വ്ളോഗ് എടുക്കണം എന്നുള്ളത്. കാരണം ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് മൈ ലൈഫ്. അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയും ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ എടുക്കും നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണം. ഞങ്ങളിപ്പോൾ ഇവിടെ ബാഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ എൻ്റെ 3rd ഗോവ ട്രിപ്പാണ്. ഒരു ഡീക്കേഡ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഗോവയിലേക്ക് വരുന്നത്. ഓൾമോസ്റ്റ് 12 ഇയേഴ്സായി. ഇപ്പോൾ ഞങ്ങൾ 2012 ഞങ്ങൾ വന്നിട്ടുള്ളതാണ് ഗോവയിലേക്ക്. അത് കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗോവ വരുന്നത്. പക്ഷെ ഗോവ സെയിം ഒരു വലിയ മാറ്റമൊന്നും ഇവിടെ എനിക്ക് കാണാൻ പറ്റില്ല. എല്ലാം അതേപോലെ തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ലാത്ത. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കീക്കി പൈതത്തി. ഇത് ഭയങ്കര വില്ലേജാണ് അവിടെ. വില്ലേജിലാണ് ആ റെസ്റ്റോറൻറ്റ്. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് വെരി ബ്യൂട്ടിഫുൾ. എല്ലാം നോർമലി ഇപ്പോൾ ബോളിവുഡ് ആയാലും എല്ലാവരും അവിടെ വരുന്നതാണ്. എല്ലാ സെലിബ്രിറ്റീസ് ആയാലും എന്തായാലും വന്നു കഴിഞ്ഞാൽ എല്ലാ സെലിബ്രിറ്റിയും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യും. ഭയങ്കര നല്ല റെസ്റ്റോറൻറ്റാണ്. അതായത് കടൽ ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കേണ്ടത്. നെക്സ്റ്റ് കടലാണ്. ഭയങ്കര ഡീപ്പ് സീ ആണ്. അത് ഭയങ്കര ഒരു നല്ലൊരു ഇതാണ് അവിടെ പോയിട്ട് കഴിക്കാൻ. ഞങ്ങളൊരു 3.5 hour അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. സോ അവിടെ ഭയങ്കര ഡാൻസേഴ്സൊക്കെ ആയിട്ട് റഷ്യൻ ലേഡീസ് അവിടെ ഭയങ്കര നല്ല 2-3 ഡാൻസ് ഞാൻ കണ്ടു അവിടെ. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ വ്ളോഗ് ഇടുമ്പോൾ ഇപ്പോൾ ഗോവയുടെ വ്ളോഗ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇടുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ആ ഡാൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. കാരണം നിങ്ങൾക്കും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞാനും അങ്ങനെയാണ്. ഞാൻ ഓരോ ആൾക്കാരുടെ വ്ളോഗ് കാണുന്നത്, കുറേ വ്ളോഗേഴ്സിൻ്റെ വ്ളോഗ് കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് അവരെ കാണുമ്പോൾ. നമുക്ക് എന്തെന്നും അവരെ കാണണം പറഞ്ഞു വരുമ്പോൾ കോഫി തണുത്ത് പോയി. സോറി, ഇനിയിപ്പോൾ എന്തായാലും തണുത്ത കാപ്പി കുടിക്കണം. ഇവിടെ ഇപ്പോൾ മൈക്രോവേവ് el amor se va, noche y día, y el amor se fue. Quizás no quede nada. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയതായിരുന്നു സ്ട്രീറ്റിൽ. എനിക്കെന്തോ വാങ്ങാണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് അവൈലബിൾ. സോ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ റൂം ടൂർ കാണിക്കുക എന്നുള്ളത്. റൂം ഇതുവരെ ഞാൻ പ്രോപ്പറായി കാണിച്ചിട്ടില്ല. ഈ റൂമിൽ എന്തൊക്കെ ഉണ്ട്
നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. പിന്നെ എൻ്റെ അമ്മീസ് പറയാം. ഇതാണ് ഒരു ചെറിയ ബാൽക്കണി. അവിടെ ഒരു സ്റ്റൂളുണ്ട്, അവിടെ ഒരു റാക്ക് പോലെ ഉണ്ട്. യു ക്യാൻ കീപ് യുവർ സാൻഡിൽസ്, Dry your clothes. drying clothes, everything. There is a dustbin. Okay. So, ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്വീൻ സൈസ് പറയാം, കിങ് സൈസ് ബെഡാണ്. പിന്നെ ഇവിടെ ഒരു ലാമ്പ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോണും ഒക്കെ വെക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ചാർജറൊക്കെ വെക്കാൻ. ഇവിടെ ഒരു ബെഡ് സൈഡ് ടേബിൾ ഉണ്ട്. The same way they created a bedside with wood, not separate, attached to this the cot. So there is a phone and remotes. പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ടി വി ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ലോക്കർ ഉണ്ട്. നിങ്ങൾ വിലപിടിപ്പുള്ള എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം. മിററിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാനിവിടെ വന്നപ്പോൾ ഈ മിറർ ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ആയിരുന്നു ഈ മിറർ ഇരിക്കണം. അപ്പോൾ തോന്നി അയ്യോ ഇവിടെ ഒരു എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഇത് എടുക്കാൻ ബുദ്ധിമുട്ടാവും, ഇവരിങ്ങനെ എന്താണ് ഈ മിറർ ഇങ്ങനെ പ്ലേസ് ചെയ്തതെന്ന്. എന്നിട്ട് 2 ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു ഞങ്ങള്. പിന്നെയാണ് ഐശു പറഞ്ഞത് ഇങ്ങോട്ട് ഇതൊരു കൺവീനിയന്റ് ആയിട്ടുള്ളതാണ്, ഇതിനെവിടെ നമുക്ക് ഇങ്ങോട്ടും മൂവ് ചെയ്യാം. സോ എവിടെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. ഒരാൾ ഇവിടെ വന്ന് നിന്ന് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ വേറൊരാൾക്ക് അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഇടാം. അങ്ങനെയുള്ള വെരി കൺവീനിയൻറ്റ്. സോ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. നിങ്ങൾക്ക് വീടുകളിലും ഇത് ഇങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലമൊക്കെ ലാഭിക്കാം. നിങ്ങൾക്ക് വളരെ നല്ല കാര്യമാണത്. ഇവിടെ ഒരു ചെറിയൊരു കൗച്ചിൻ്റെ ചെറിയൊരു വുഡൻ സോഫ എന്ന് പറയാം, കുറച്ച് വെഡിങ് പോലെ ആയിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു റൗണ്ട് ടേബിൾ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലി ആൾക്കാർ ഓഫീസ് വർക്കൊന്നും ചെയ്യില്ല. ഇഫ് സപ്പോസ് ദേ ആർ ദാറ്റ് ബിസി, അവർക്ക് ഇവിടെ ഇരുന്ന് ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ വെച്ച് ചെയ്യാം. ഞങ്ങളിവിടെ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളും സൺഗ്ലാസസും പിന്നെ അവർ വാട്ടറും കുറച്ച് മെസ്സിയാണ്. ഇറ്റ്സ് ഓക്കെ, ഹോളിഡേയ്സ് ആർ ഓൾവേസ് മെസ്സി. സോ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മിനി ബാർ ഉണ്ട്. ടു ബി ഫ്രാങ്ക് വി ഡിഡ്ന്റ് യൂസ് ബിക്കോസ് ഇവിടെ വേറെ നെക്സ്റ്റ് തന്നെ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പോൾ ടീ കോഫി ഒക്കെ അവിടെ കിട്ടുന്ന കാര്യം കൊണ്ട് ഞങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ മെനി ടൈപ്പ് ഓഫ് ടീ ബാഗ്സ് ഉണ്ട് ഇവിടെ. കോഫി സാഷസ് ഉണ്ട്, ഷുഗർ, ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ, എവറിത്തിങ് ഈസ് അവൈലബിൾ. ദർ ഇസ് എ ബൗൾ, ഫുഡ് ബൗൾ ഉണ്ട്. ഭയങ്കര ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഇങ്ങനത്തെ ഡിഷസും പ്ലേറ്റ്സും ഇറ്റ്സ് വെരി കളർഫുൾ. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള. പിന്നെ സർപ്രൈസിംഗ്ലി എൻ്റെ അടുത്തൊരു ടീ സെറ്റ് ഉണ്ട് പേർപ്പിൾ കളറ്. ദ സെയിം ഡിസൈനിന്റെ പ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ മുമ്പുള്ളതാണ്, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അതേപോലത്തെ പ്ലേറ്റ്സ് അതേ ഡിസൈനിന്റെ. ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്ഡ്. ബട്ട് ദിസ് ബൗൾ ഓൾസോ ഐ ലൈക്ക് സോ മച്ച്. പക്ഷേ ഫ്രൂട്ട്സിന്റെ കാര്യം പറഞ്ഞാൽ വെരി ഫസ്റ്റ് ഡേ ദേ വിൽ കീപ് ഫ്രൂട്ട്സ്. ബട്ട് വി ഡോണ്ട് ലൈക്ക് ടു ഈറ്റ് ദിസ് ഫ്രൂട്ട് ബിക്കോസ് ഡെയിലി നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, വെറൈറ്റി ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, അപ്പോൾ ഓൾ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് ആർ അവൈലബിൾ ഇൻ ദ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം. കാരണം ഇവിടെ 6:30 മുതൽ 11:30 വരെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്. ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇറ്റ്സ് വെറൈറ്റി ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്, സൗത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, നോർത്ത് ഇന്ത്യൻ. ഇവിടുത്തെ കോഫി മഗ് ഓറഞ്ച്, ഓറഞ്ചിന്റെ ഫേവറേറ്റ് കളറാണ്. എൻ്റെ ലക്കി കളറും കൂടിയാണ് ഓറഞ്ച്. സോ ദിസ് ഹോട്ടൽ ബേസിക്കലി ലക്കി ഫോർ ബോത്ത് ഓഫ് us. ഐശുവിന്റെ ബ്ലൂ കളർ ഐശുവിന്റെ ലക്കി കളറാണ്, എൻ്റെ ഓറഞ്ച് ലക്കി കളറാണ്. അപ്പോൾ ബ്ലൂ ഇൻസൈഡ്, ഓറഞ്ച് ഔട്ട് സൈഡ്. കറക്റ്റ് അല്ലേ? പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വളരെ സ്പേഷ്യസ് എന്ന് ഞാൻ പറയില്ല. പിന്നെ ഒരു കാര്യമുള്ളത് മിററിൽ ലൈറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽ റൂമോ വിചാരിച്ച് എപ്പോഴും നമുക്ക് ഓൺ ചെയ്തിടേണ്ട കാര്യമില്ല. നമുക്ക് വേണമെന്നുള്ളപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഷവർ പാനല്. ഇത് സ്പേഷ്യസ് അല്ല, ബട്ട് ഇറ്റ്സ് ഒരാൾക്ക് ഇത് ധാരാളമാണ്. ഞാൻ പറയാം, ടൂറ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര വിശാലമായിട്ടൊന്നും വേണ്ട കാര്യമില്ല. ക്ലീൻ ആണ് ബേസിക്കലി. നമ്മളിവിടുന്ന് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തിറങ്ങുമ്പോൾ അവര് വന്ന് ക്ലീൻ ചെയ്യും, നമ്മൾ പറയാതെ തന്നെ. ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. അടുത്തതായിട്ട് ഹോട്ടൽ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്.
noche y día y el amor se fue. Quizás no quede nada, mi vigilia se acaba, penas ya no habrá. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം.